എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴിൽ സുജിത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ ഒരുപാട് പേര് പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ മേഖലയിലുള്ളവരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ബസ് മേഖല തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്. ഗവൺമെൻറ് ജീവനക്കാരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്. ഏറ്റവും ചീപ്പായ റേറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളത് ബസ് തന്നെയാണ്. പത്രങ്ങളിലും ന്യൂസിലും ഒക്കെ കേട്ടൊരു കാര്യമാണ്, ഒരു സീറ്റിൽ ഒരാളെ വെച്ച് മാത്രം ഓടിക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോഴും നമ്മൾ അറിഞ്ഞ കാര്യം ബസ്സിനെയൊക്കെ അടുത്ത ദിവസം ഇനി നിരത്തിലിറങ്ങും, അപ്പോൾ ആളുകൾക്ക് ഇനി സഞ്ചരിക്കാം, മാസ്കും മറ്റ് ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യാമെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ ബസ്സുകാർ ഇപ്പോഴും പറയുന്ന കാര്യം, ഒരു സീറ്റിൽ ഒരാളെ വെച്ചിട്ട് എന്തായാലും അവർക്ക് ഓടിക്കാനും പറ്റില്ല, അത് വളരെ നഷ്ടം സംഭവിക്കും. ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് പലരും ഓടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സീറ്റിൽ ഒരാൾ എന്ന് പറയുമ്പം അത് കൂടുതൽ നഷ്ടത്തിലേക്ക് വരും. ബസ് മേഖലയിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, താഴെപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ, അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 50 ദിവസത്തോളായി, 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ തന്നെയാണ്, യാതൊരുവിധ പണിയുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. കേരള സർക്കാരുകൾ നൽകുന്ന റേഷൻ വിഹിതങ്ങൾ പറ്റിക്കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളാണ് ഈ ബസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവർ ഈ ബസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് വേറെ തൊഴിലറിയില്ല. ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ എന്നറിയാനല്ലാതെ ഈ വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെ ഇയാൾക്ക് തൊഴിലെടുക്കാൻ പറ്റത്തില്ല. തീരെ പുറത്തിറങ്ങാൻ പറ്റാത്തത് ഒരു കണ്ടക്ടർക്കാണ്. ബസ്സിലെ ഒരു കണ്ടക്ടർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റാതും അവനവൻ്റെ കുടുംബത്തിലേക്ക് 1 രൂപ പോലും വരുമാനം കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ക്ഷേമനിധി തൊഴിലാളികൾക്ക് കേരള സർക്കാർ 5000 രൂപ വീതം പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാം, ഒരു ബസ്സിൽ 6ഓളം തൊഴിലാളികളുണ്ട്. അതിൽ 3 പേരുടെ പേരിൽ മാത്രമാണ് ക്ഷേമനിധി അടക്കാൻ പറ്റുന്നത്. ഈ മുതലാളി ക്ഷേമനിധി വിഹിതം അടച്ചു കഴിഞ്ഞാൽ തന്നെ, മുതലാളി ക്ഷേമവിഹിതം അടക്കുന്നത് ടാക്സ് അടക്കണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടുള്ളതാണ് അടക്കുന്നത്. അത് അടച്ചാൽ തന്നെ എത്ര തൊഴിലാളികൾ അതിൽ ക്ഷേമനിധി കണ്ടിന്യൂ ആയിട്ട് അടച്ചു പോകുന്നുണ്ട് എന്നത് ചുരുക്കം ചിലരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ബസ് തന്നെ എടുത്തു കഴിഞ്ഞാലും എല്ലാ തൊഴിലാളികളും, അതായത് പെർമനന്റ് ആയ എല്ലാ തൊഴിലാളികളുടെ പേരിൽ ക്ഷേമനിധി അടക്കുന്നുണ്ട്. പക്ഷെ അതിൽ അടച്ചു പോകുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ക്ഷേമനിധി അടക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമേ ഈ 5000 രൂപ കിട്ടുന്നുള്ളൂ. ലേബർ ഓഫീസർ മുഖാന്തരം ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1000 രൂപ തൊഴിലാളികൾക്ക് നൽകാമെന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബസ് തൊഴിലാളികൾ വളരെ വിഷമത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അത്രയും വളരെ വിഷമത്തോടുകൂടി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൌണുകൾ നീണ്ടുപോയേക്കാം. അപ്പോൾ നമ്മളെപ്പോലത്തെ തൊഴിലാളികൾ, ഈ ബസ് മേഖല, പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾ എന്ത് ചെയ്യും? ഏത് മേഖലയിൽ അവർ പണിയെടുക്കും? എന്ത് ചെയ്യും? അവരുടെ കുടുംബത്തിന്റെ വരുമാനം നിന്നും അവർക്ക് വേറെ വരുമാന മാർഗമില്ല. അപ്പൊ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ എന്ന് മാത്രമല്ല, മുതലാളികളും അതുപോലെ അതിനെക്കാട്ടിയും വലിയ അവസ്ഥയിലാണ്. കാരണം വെച്ചാൽ ലക്ഷങ്ങൾ മുടക്കി വാഹനങ്ങൾ എടുത്ത മുതലാളി അത് നിരത്തിലിറങ്ങാൻ പറ്റാതെ, ആ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പറ്റാതെ, ഒരു സർവീസ് നടത്താൻ പറ്റാതെ, അതിൻ്റെ അകത്ത് 1 രൂപ വരുമാന മാർഗമില്ലാതെ സ്റ്റോപ്പേജ്, ഒരു വർഷത്തേക്ക് സ്റ്റോപ്പേജ് കൊടുത്തിട്ടുള്ള അവസ്ഥയാണ് മുതലാളിമാർക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ അവസ്ഥയിൽ 1 രൂപ പോലും ഒരു തൊഴിലാളിയെ അവർക്ക് സഹായിക്കാൻ പറ്റില്ല. അവരെവിടുന്ന് എടുത്ത് സഹായിക്കും? അവർക്ക് 1 രൂപ വരുമാനമില്ല. ഈ ബാങ്ക് ലോൺ എടുത്തവർ
ഈ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാങ്കുകാർ വരൂലേ, ബാങ്കുകാർ വന്നു കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾ ലോൺ അടച്ചിട്ടില്ല. ഈ കൂടിപ്പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം 3 മാസത്തെ ലോൺ ചിലപ്പോൾ ഒഴിവാക്കി കൊടുക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോൺ എടുത്തവൻ കൃത്യമായിട്ട് അടച്ചിരിക്കണം. അപ്പോൾ ഒരു മുതലാളി ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല, ഒരു തൊഴിലാളികൾക്കൊന്നും കൊടുക്കാനില്ല. അപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ ക്ഷേമനിധി അടക്കുന്ന തൊഴിലാളികൾക്ക് സർക്കാർ കൊടുക്കുക. അത് ക്ഷേമനിധി അടച്ച ഫണ്ടിൽ നിന്ന് മാത്രമാണ് എടുത്തു കൊടുക്കുന്നത്. അല്ലാതെ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും ഒരിക്കലും ഒരു തൊഴിലാളിക്ക് ഫണ്ട് അലവൻസ് കൊടുക്കുന്നില്ല. അതായത് 5000 രൂപ കൊടുക്കുന്നില്ല. ക്ഷേമനിധി ഫണ്ടിൽ നിന്നും മുതലാളിമാരും തൊഴിലാളികളും അടച്ച ഫണ്ടിൽ നിന്നുമാണ് 5000 രൂപ കൊടുക്കുന്നത്. അതുപോലെ അത് കിട്ടുന്നത് ഏകദേശം ഒരു 30% തൊഴിലാളികൾക്ക് മാത്രമേ ആ പൈസ കിട്ടുന്നുള്ളൂ. 70% തൊഴിലാളികളും ഇന്നും കഷ്ടപ്പാടിലാണ്. ഈ 5000 രൂപ കിട്ടിക്കൊണ്ട് കഷ്ടപ്പാട് മാറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ തൊഴിലാളികളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് ഇനി മുന്നോട്ട് ഒരു ചോദ്യചിഹ്നമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതമേ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട സർക്കാരോ മറ്റുള്ളവരോ എല്ലാവരും പല ആൾക്കാരും, വ്യാപാരി വ്യവസായികള്, മറ്റുള്ളവർ ഇവരിലേക്ക് നമ്മുടെ അസോസിയേഷൻകാരും ഒന്നും ആ ഒരു കാര്യത്തിലാണ്. അസോസിയേഷൻകാരൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കടലാസ് അയക്കുന്നുണ്ട്. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ കടലാസ് അയക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ബസ് തൊഴിലാളികളുടെ കാര്യത്തിൽ ഇന്ന് വരെ യാതൊരുവിധ തീരുമാനവും എടുത്ത് കൈക്കൊണ്ട് കേട്ടില്ല. ഒരു സർവീസ് തുടങ്ങാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബസ് തൊഴിലാളികൾ മനുഷ്യന്മാരാണ്. അതിൻ്റെ യാത്രയുണ്ട്. 2 സീറ്റിൽ ഒരാൾ വെച്ചിട്ടും അല്ലെങ്കിൽ 1 സീറ്റിൽ ഒരാൾ വെച്ചിട്ടും അങ്ങനെ യാത്ര ചെയ്യാൻ സർവീസ് നടത്തുവാനോ ഒരു മുതലാളിക്കും സാധിക്കുകയില്ല. ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഇതുവരെ കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി, അതായത് പാവപ്പെട്ട തൊഴിലാളികൾ, എത്രയോ തൊഴിലാളികൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഇന്നും നാളെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഒരു തൊഴിലാളിയായി എൻ്റെ അഭിപ്രായം. സ്വകാര്യ ബസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു ആശങ്കയിലാണ് ഉള്ളത്. എല്ലാ സർക്കാർ സകല മേഖലയിലും സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴും നമ്മുടെ സ്വകാര്യ ബസ് മേഖലയിലെ തൊഴിലാളികൾക്ക് ഇതുവരെ തന്നെ ഒന്നും കിട്ടിയില്ല. കിട്ടിയത് തന്നെ ക്ഷേമനിധിയിൽ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധിയിൽ അംഗമായ തൊഴിലാളികൾക്ക് മാത്രമേ ഇപ്പോൾ ഒരു ആശ്വാസമായ 5000 രൂപ കിട്ടിയുള്ളൂ. മാത്രവുമല്ല, ഈ 5000 രൂപ എല്ലാ തൊഴിലാളികൾക്കും കിട്ടുന്നില്ല. ക്ഷേമനിധിയിൽ ഉള്ള തൊഴിലാളികൾക്ക് തന്നെ ഇത് കിട്ടാത്തൊരു വിഷയമുണ്ട്. അത് ഉടമസ്ഥന്മാർ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ തൊഴിലാളിക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ തൊഴിലാളിയും ക്ഷേമനിധിയിൽ അംഗമായാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ 3ാം ലോക്ക്ഡൗൺ എത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്വകാര്യ ബസ് മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബത്തെ ജീവിതം വളരെ പരിതാപകരാവസ്ഥയിലാണ് ഉള്ളത്. എന്തെന്നാൽ ഈ ആനുകൂല്യം കിട്ടാതെ ഒരുപാട് തൊഴിലാളികൾ, അതുപോലെ തന്നെ ശമ്പളം സർക്കാരിൻ്റെ ഇതിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് അതാത് ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ അതായത് കമ്പനികൾ ആരാണ് ജോലി ഉടമസ്ഥന്മാർ അവർ കൂലി കൊടുക്കണം, ഈ ലോക്ക്ഡൗൺ കാലത്ത് ശമ്പളം കൊടുക്കണമെന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ ശമ്പളം എന്ന് മാത്രമല്ല യാതൊരുവിധ ഒരാശ്വാസ തുകയും ഇതുവരെ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ പ്രവാസ ലോകത്തു നിന്ന് വന്നവർ എന്ത് ചെയ്യും, അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് വന്ന തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് സർക്കാർ കണക്കെടുക്കുമ്പോഴും ദൈനംദിന ജീവിതത്തിലെ പറ്റാത്ത ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അതിൽ പണിയെടുക്കുന്ന ഒരു ബസ്സിൽ ഏകദേശം 300ഓളം തൊഴിലാളികൾ, അതിൽ ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞാലും തന്നെ നമുക്ക് പറയാം ഒരു പൊതുഗതാഗതം ഒരു റെഡിയായി വരണമെങ്കിൽ തന്നെ മാസങ്ങളോളം പിടിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തൊഴിലാളിയെ പറ്റി ആ തൊഴിലാളി കുടുംബം എന്ത് ചെയ്യും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കച്ചവടക്കാർ കച്ചവടം തുറന്നു, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. ഈ തൊഴിലാളികളെ പറ്റി ഒന്നും തന്നെ ഒരു മേഖലയിലും പറഞ്ഞു കാണുന്നില്ല. ഈ തൊഴിലാളികളുടെ ദുരവസ്ഥ മാറുന്നതിന് വേണ്ടി അധികാരികൾ
എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതുപോലെ തന്നെ ഉടമസ്ഥന്മാരുടെ അടുത്ത് ഈ കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും വേതനം ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് മാറണം എന്നാണ് പറയാനുള്ളത്. മാത്രവുമല്ല, ഇനി അങ്ങോട്ടേക്ക് ഈ ഓരോ ദിവസങ്ങളും ഓരോ ദിനങ്ങളും വളരെ പ്രയാസകരമാണ്. തൊഴിലാളികളെ ഈ G-Form 1 വർഷത്തേക്ക് എല്ലാ ബസ്സും സ്വകാര്യ ബസ്സുകളും G-Form എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറിയാൽ തന്നെ വരുന്നതിന് സമയത്തുള്ള ഒരു സാമ്പത്തിക രൂക്ഷം വലുതായിരിക്കും. ബസ് ചാർജ് കൂടിയാൽ തന്നെ ഈ മേഖല മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസകരമാണ്. അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അതുകൊണ്ട് ഇതിലെ തൊഴിലാളികളെ മുഴുവൻ സംരക്ഷിക്കേണ്ട ആവശ്യമായ നടപടികൾ സർക്കാരും അതുപോലെ തന്നെ ഈ ഉടമസ്ഥന്മാരും സ്വീകരിക്കണമെന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മളെ തൊഴിലാളികളത്. ഇത് വളരെ കഷ്ടത്തിലാണ് പോകുന്നത്. ഇതിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പൊ അസോസിയേഷൻ ഇപ്പൊ കണ്ണൂർ ജില്ലാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവരെ ഏതും തലത്തിൽ നിങ്ങൾക്ക് സഹായം അങ്ങനെ എന്തെങ്കിലും? സർക്കാരുടെ സ്ഥലത്ത് നിന്ന് ഇപ്പം ക്ഷേമനിധിന്റെ വക ഈ ക്ഷേമനിധി ഉള്ളവർക്ക് 5000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ നമ്മളെ മുതലാളിമാർ പിന്നെ നമുക്ക് വിഷുവിന് കിറ്റുകളും തന്നിന് സഹായിച്ചിന്. പിന്നെ കുറേ അവർക്കുണ്ടല്ലോ പരിമിതികൾ, അവരുടെ സാധനങ്ങൾ ഇങ്ങനെ വെയിൽ കൊണ്ട് നശിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഈ ലോക്ക്ഡൗൺ തീരുന്ന മുറക്ക് ബസ്സുകൾ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ കർക്കശ നിർദ്ദേശപ്രകാരം ഓടാൻ തുടങ്ങിയാൽ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതി ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ എന്നാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് പറയുന്നത്, സർക്കാർ പറയുന്നത്. അപ്പോൾ ഒരു ബസ്സിൽ 30-ൽ താഴെ ആൾക്കാരെ മാത്രം, കേവലം 30-ൽ താഴെ ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുക? ഒരു സ്റ്റാൻഡിൽ നിന്നും മറ്റൊരു സ്റ്റാൻഡിലേക്ക് ഈ ബസ് എത്തുമ്പോൾ 20-24 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഈ ബസ്സിൻ്റെ മാക്സിമം വരുമാനം എന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത് ഒരു 500 മുതൽ 550 രൂപ മാത്രമാണ്. അതുപോലെ 8 മുതൽ 9 ലിറ്റർ ഡീസൽ, 24 കിലോമീറ്റർ ഓടണമെങ്കിൽ 8 മുതൽ 9 ലിറ്റർ ഡീസൽ അടിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചിലവ് വരുന്നത് 550-ഉം 600 രൂപയ്ക്ക് താഴെ ഇതിൻ്റെ ചിലവ് വരും. അപ്പോൾ വരുമാനം കുറവും ചിലവ് കൂടുമ്പോൾ എങ്ങനെയാണ് ഈ സർവീസ് നടത്തുക? എങ്ങനെയാണ് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുക? എങ്ങനെയാണ് ഈ ബസ്സിൻ്റെ മെയിൻ്റനൻസ് നടത്തുക? ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ എത്ര രൂപ ചാർജ് വർദ്ധിപ്പിച്ചാലാണ്, എത്ര രൂപയാണ് ചാർജ് വർദ്ധിപ്പിക്കുക, എത്ര രൂപയാണ് ജനങ്ങളുടെ മുകളിൽ ചാർജ് അടിച്ചേൽപ്പിക്കുക, അതുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഈ പ്രതിസന്ധി മറികടക്കാൻ താൽക്കാലികമായെങ്കിലും 6 മാസത്തെ ടാക്സ് എഴുതി തള്ളിക്കൊണ്ടും 1 വർഷത്തെങ്കിലും കുറഞ്ഞ മൊറട്ടോറിയം ബസ്സിൻ്റെ ലോണുകൾക്ക് അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പൊതുഗതാഗതത്തിൻ്റെ ആണിക്കല്ലുകളാണ് ഈ ബസ്സുകൾ. നമ്മുടെ നാനാഭാഗങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആശ്രയിക്കാവുന്ന ഗതാഗത മാധ്യമം ബസ്സുകൾ തന്നെയാണ്. പക്ഷേ സർവ്വ മേഖലയിലും സ്തംഭിച്ചതുപോലെ ഇപ്പോൾ ബസ് ഗതാഗതത്തിനും ഇതേ അവസ്ഥയാണ് നേരിട്ടിരിക്കുന്നത്. ബസ് ഗതാഗതത്തെ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം കുടുംബങ്ങളും യാതൊരു വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. ബസ്സുകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിൽക്കേണ്ടി വന്നപ്പോൾ ധാരാളം ബസ്സുകൾക്ക് ഇനി റിപ്പയറിങ്ങിനും മറ്റ് പല ചിലവുകളും ഇനിയും വരാനുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങളിൽ ഇനി പരീക്ഷ നടക്കാൻ ബാക്കിയുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് എത്തിച്ചേരണമെങ്കിലും പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായി ബസ്സുകളെ നിയന്ത്രണ വിധേയമായിട്ടെങ്കിലും യാത്രാ അനുവാദം നൽകേണ്ടി വരും. സർവ്വ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെയുള്ള സ്വകാര്യ ബസ്സുകളെ ഓടിക്കുന്നതിനുള്ള ഒരു സംവിധാനം തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുജനങ്ങളുടെയും ഭാഗത്തുള്ള അഭിപ്രായം. ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഈ ബസ്സുകളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെപ്പോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിടുന്ന ബെല്ലൈക്കൺ അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.